ക്രിസ്തുവിൽ പ്രിയരെ, തപസ്സുകാലം 2-ാം ഞായർ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള യേശുവിന്റെ രൂപാന്തരീകരണമാണ്. നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെ നാമം പ്രകാശമുള്ളവരും ദൈവിക പദ്ധതികൾ നിറവേറ്റുന്ന വ്യക്തികളുമാകണമെന്ന് സൂചിപ്പിക്കുന്നു. രൂപാന്തരീകരണം പ്രകാശപൂരിതവും അതേസമയം തന്നെ രഹസ്യാത്മകവുമാണ്. അതിന് നമ്മുടെ വിശ്വാസ ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. വിശ്വാസം നമുക്ക് വെളിച്ചം നൽകുന്നു, അതേസമയം തന്നെ ദൈവിക രഹസ്യങ്ങളിലേക്കും പദ്ധതികളിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കുന്നു. വിശ്വാസം നമ്മെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നു. കർത്താവിന്റെ രൂപാന്തരീകരണം ഒരു ചരിത്ര സംഭവമാണ്. ആരും അത് ഭാവനയിലൂടെ മെനഞ്ഞെടുത്തതല്ല. സമാന്തര സുവിശേഷങ്ങളിൽ മാത്രമല്ല, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തില് 1:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും യേശുവിന്റെ രൂപാന്തരീകരണം പ്രതിപാദിക്കുന്നു. രൂപാന്തരീകരണത്തിന് ഒരു ദർശനത്തിന്റെ സ്വഭാവമാണുള്ളത്. അനുധാവനം ചെയ്യുന്നത് കുരിശിന്റെ വഴിയാണെങ്കിലും അവിടുന്ന് ദൈവപുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. അതോടൊപ്പം യേശുവിന്റെ കുരിശിന്റെ വഴിക്ക് ദൈവിക പദ്ധതിയുടെ പിൻബലമുണ്ടെന്നുകൂടി യേശു വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച കർത്താവിന്റെ ദാസനാണ് ക്രിസ്തുവെന്നും വ്യക്തമാക്കുന്നു. സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് എന്നതാണ് ജീവിതത്തിന്റെ ആലംഘനീയമായ നിയമമെന്ന് വ്യക്തമാക്കുന്നു. യേശുവിന്റെ രൂപാന്തരീകരണം നടന്നത് 6 ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസം സാബത്താണ്. സാബത്ത് വിശ്രമത്തിന്റെ ദിനമാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം 3-ൽ ദൈവം തന്റെ ജോലി പൂർത്തിയാക്കി വിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. വീണ്ടും പുറപ്പാട് പുസ്തകം 24:15-ഉം 16-ലും അനുസ്മരിക്കുന്നു. മോശ 6 ദിവസം സീനായ് മലയിൽ കഴിഞ്ഞു. 7-ാം ദിവസമാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അതിസ്വാഭാവികമായ വെളിപാടിന്റെ അവസരമാണ് മലമുകൾ. യേശുവിന്റെ രൂപാന്തരീകരണം താബോർ മലയിൽ വെച്ച് നടന്നുവെന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രൂപാന്തരീകരണം നടന്നത്. ഇവരെ ജൈറസിന്റെ മകൾക്ക് പുനർജീവൻ നൽകുന്നിടത്തും ഗെത്സമനിയിലെ പ്രാർത്ഥനയിലും കാണാൻ കഴിയും. യേശുവിന്റെ മഹത്വവും ശക്തിയും കൂടുതൽ വ്യക്തമായി ഇവർക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. യേശുവിന്റെ രൂപാന്തരീകരണത്തിന് ഈ ശിഷ്യപ്രമുഖർ സന്നിഹിതരാകുക വഴി ഇത് കേവലം കെട്ടുകഥയല്ല, സത്യമാണ് എന്നും ശിഷ്യർ അതിന് സാക്ഷികളാണ് എന്നും വ്യക്തമാക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അവന്റെ ശക്തി പ്രാഭവത്തിന് സാക്ഷികളാണ്. എന്നാൽ ഞങ്ങളും അവനോടുകൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. രൂപാന്തരപ്പെടുക എന്നതിന് ഗ്രീക്കിൽ മെറ്റമോർഫോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം രൂപമാറ്റമുണ്ടായി എന്നാണ്. തേജസ്സോടെ കാണപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഉത്ഥാനത്തിന് ശേഷം യേശു സ്വീകരിക്കുവാനിരിക്കുന്ന മഹത്വപൂർണമായ രൂപത്തിന്റെ ഒരു ദൃശ്യമാണ് യേശു ശിഷ്യർക്ക് വെളിപ്പെടുത്തിയത്. യേശുവിന്റെ വസ്ത്രത്തിന്റെ വെണ്മ മനുഷ്യപുത്രൻ മഹത്വത്തോടുകൂടെ വരാനിരിക്കുന്നത് എങ്ങനെ എന്നതിന്റെ വ്യക്തതയാണ് സൂചിപ്പിക്കുന്നത്. തിളക്കമുള്ള വസ്ത്രങ്ങൾ സ്വർഗീയരുടെ പ്രത്യേകതയാണ് എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. ഏലിയായും മോശയും നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും പ്രതീകമാണ്, അഥവാ പഴയ നിയമത്തിന്റെ പ്രതീകങ്ങളാണ്. മോശ ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ചുവെന്നാണ് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. മോശ അതുല്യനായ പ്രവാചകനാണ്. ഏലിയ പ്രവാചകന്മാരിൽ അതുല്യനാണ്. ഏലിയ രക്ഷകന്റെ മുന്നോടിയാണ്. ഇവർ രണ്ടുപേരും മരണത്തെ മറികടന്നവരാണ്. ഏലിയ ആഗ്നേയരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മോശയുടെ അന്ത്യമോ കല്ലറയോ ആർക്കും അറിഞ്ഞുകൂടാ. മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് പരമ്പരാഗതമായി യഹൂദർ വിശ്വസിക്കുന്നു. മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം വ്യക്തമാക്കുന്നത് യേശുവിന്റെ ജീവിതവും പ്രവർത്തനവും ദൈവഹിത പ്രകാരമുള്ളതും വചനത്തിന്റെ പൂർത്തീകരണവുമാണ് എന്നാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, നാം ഇവിടെയായിരിക്കുന്ന നല്ലത്. ഇത് മലമുകളിലെ സ്വർഗീയ അനുഭവം ദീർഘിപ്പിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. കൂടാരത്തിന് സ്കേനെ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുടിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. സ്കേനെ എന്ന പദം ഹീബ്രുവിലെ മിഷ്കാൻ എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായ മേഘസ്തംഭത്തെയും അഗ്നിസ്തംഭത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അതായത് പത്രോസിന് ലഭിച്ച അവാച്യമായ അനുഭവം ഒരു കൂടാരത്തിൽ എന്ന പോലെ തുടരുവാനുള്ള ആഗ്രഹമാണ് പ്രകടമാകുന്നത്. അതിഭൗതികമായിട്ടുള്ള ഒരു അനുഭവത്തെ ഭൗതികതയിൽ തറച്ചിടുവാനുള്ള ശ്രമമാണ് ഇവിടെ കാണുവാൻ കഴിയുക. മേഘത്തിൽ നിന്നുള്ള സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. രൂപാന്തരീകരണത്തിന്റെ ലക്ഷ്യത്തെ ഇത് വ്യക്തമാക്കുന്നു. ശിഷ്യരെ യേശു പഠിപ്പിക്കുന്നു. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും
പാഠം യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച വെളിപാടിന് അനുരൂപമായ വെളിപാടാണ് യേശു ദൈവപുത്രനാണ്, ദൈവമാണ് എന്നത് ശക്തമായ ഭാഷയിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നു. യേശു ദൈവപുത്രനാകിയാൽ അവിടുത്തെ വാക്ക് കേൾക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യണം. യേശുവിന്റെ പീഡാനുഭവ കുരിശുമരണം കണ്ട് പിൻവാങ്ങുന്നത് മൗഢ്യമാണ്. യേശുവിന്റെ രൂപാന്തരീകരണത്തിലെ സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ പുതിയ വ്യക്തികളാകാം. യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം. യേശുവിന്റെ പീഡാനുഭവ സഹന കുരിശുമരണം രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണെന്ന് മനസ്സിലാക്കി ഈ നോമ്പുകാലത്ത് ഈ രക്ഷാകര രഹസ്യങ്ങൾ കൂടുതൽ ധ്യാനിക്കാം. സ്വന്തം ജീവിതത്തിൽ കുരിശുമായി അവിടുത്തെ അനുഗമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.